ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹ്യൂനുക്ക്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? നമുക്കിന്ന് കുറച്ച് വിൻഡേജ് സപ്ലൈസ് റെഡിയാക്കിയാലോ? നമ്മൾ ഓൾറെഡി ഒരു ജേണൽ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി സപ്ലൈസും നമുക്ക് വീട്ടിലങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? ഫസ്റ്റ് നമുക്കൊരു സ്റ്റിക്കി നോട്ട്സ് ആയാലോ? അതിനുവേണ്ടി നമ്മൾ നോർമൽ ബുക്കിൻ്റെ പേജില്ലേ, അതുപോലെ 2-3 ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓവൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 3-4 പീസ് നമുക്ക് കിട്ടി. ഒരു ബ്രൗൺ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഓരോന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഐ തിങ്ക് ഇതിലൊരു 3 സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ എല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി സെപ്പറേറ്റ് ചെയ്യണ്ടേ, അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഫസ്റ്റ് പാറ്റേൺ റെഡിയായി കിട്ടിയില്ലേ? സ്റ്റിക്കി നോട്ട്സ് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതേപോലെ ഒരു പാറ്റേൺ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി എന്താ, അത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. പേപ്പർ ഓരോന്ന് ഫോൾഡ് ചെയ്യുക, ഇതുപോലെ അതിൻ്റെ കറക്റ്റ് സൈസ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ 3 പീസ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ വൈറ്റ് പേപ്പറിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കണ്ടിട്ടായിരിക്കും ഒരു ബ്ലാക്ക് റൈറ്റിങ്സ്. സംഭവം നമ്മളിതെല്ലാം യൂസ് ചെയ്തിരുന്ന ബ്രൗൺ പേപ്പേഴ്സ് നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതില്ലേ, ആ പേപ്പർ ബാഗ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. തേർഡ് ഇതുപോലെ ഒരു സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 4 കോർണേഴ്സിലും കളർ ഫില്ല് ചെയ്തെടുക്കുക. ഇനി എല്ലാം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, നെക്സ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്കൊന്ന് സ്റ്റിക്കി നോട്ട്സിൻ്റെ ഫോമിൽ നമ്മൾ മിക്സായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാമ്പ്സ് റെഡിയാക്കി എടുക്കാം. സ്റ്റാമ്പ്സ് കുറേ വെറൈറ്റി ഉണ്ടല്ലേ. നമ്മളുടെ സീലിംഗ് ടൈപ്പ് സ്റ്റാമ്പ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി അത് വേണ്ട ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, റോൾ ചെയ്തെടുക്കുക. അതിന് ചുറ്റും നമുക്ക് ബ്രൗൺ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് പീസ് സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കുറച്ച് ബേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബേസ് മാത്രം പോരല്ലോ, അതിന് സ്റ്റാമ്പ്സ് വേണ്ടേ. അതിനുവേണ്ടി ഇതുപോലെ ഫോം ഷീറ്റിൽ കുറച്ച് കുട്ടി കുട്ടി പിക്ചേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എന്താ, സ്റ്റിക്കർ ഇതുപോലെ പീൽ ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസ് ചെയ്ത ഫോം ഷീറ്റ് ഗ്ലൂ ടൈപ്പ് ആയതുകൊണ്ട് സിമ്പിളായിട്ട് പീൽ ചെയ്ത് സ്റ്റിക്ക് ചെയ്താൽ മതിയാവും. അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിന് പകരം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ലീഫും ഹാർട്ടും എൻവലപ്പ് അങ്ങനെ ഓരോ നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ മടിയുള്ളവർക്കൊരു സൂത്രം പറഞ്ഞു തരാം. നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പില്ലേ, നോർമൽ ടോപ്പ്, അതിലേക്ക് ഇതുപോലെ നമ്മളുടെ ഫോം ഷീറ്റിൽ ഇതായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ, സിമ്പിളല്ലേ? അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആയാലോ? അതിനും വലിയ പണിയൊന്നുമില്ല. നമ്മളിപ്പോൾ സെറ്റാക്കിയ സ്റ്റാമ്പ്സ് ഇല്ലേ, അതിലിതുപോലെ കളറും ഡിപ്പ് ചെയ്യുക, പാർഷ്യൽ ഗ്രേഡ് ആവുന്ന രീതിയിൽ പേപ്പറിൻ്റെ അവിടെയൊക്കെ ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ, സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് പാറ്റേൺ റെഡി ആയില്ലേ? സെക്കൻഡിലേക്ക് നോക്കിയാലോ? നെക്സ്റ്റ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പാറ്റേൺ. കാരണം ഒരു പേപ്പർ എടുക്കുക, ഇതുപോലെ കയ്യിലൊന്ന് ചുരുട്ടി കൂട്ടി കൊടുക്കുക. ഇത് ഓപ്പൺ ചെയ്താൽ നല്ല റിങ്കിൾ പാറ്റേൺ സെറ്റായി. തേർഡ് നമ്മുടെ കലാവിരുദ്ധം അങ്ങോട്ട് പുറത്തെടുക്കാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, നമ്മളെ റൈറ്റിംഗ് സൗണ്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്താ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് പോലും മനസ്സിലാവാൻ പാടില്ല, അങ്ങനത്തെ രീതിയിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പണ്ടത്തെ നമ്മളുടെ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് പേപ്പറാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റാമ്പ്സ് യൂസ് ചെയ്തിട്ട് കളർ ഡിപ്പ് ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ, തേർഡ് പാറ്റേണും സെറ്റായി കിട്ടി. സംഭവം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാമല്ലേ? നമുക്ക് ഫോർത്തിലേക്ക് പോയാലോ? അത് നമ്മൾ ടോപ്പിൽ ഇതുപോലെ കളർ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ കുറച്ച് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കോഫി പൗഡർ ഇതുപോലെ ഒന്ന് ലിക്വിഡ് പുറത്തേക്ക് പോയി. എന്തായാലും കുഴപ്പമില്ല, ഡ്രൈ ആയ ആൾ സെറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ 4 പാറ്റേൺ പേപ്പറും ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കോട്ട് ലേബിൾസ് ആയാലോ? അതിനുവേണ്ടി ബ്രൗൺ പേപ്പറിൽ ഇതുപോലെ കുറച്ച് ലൈൻസ് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട കോഡ്സ് അതിലേക്ക് കണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് ഇൻസ്പയർ ആവുന്ന ടൈപ്പ് കോഡ്സാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ. നല്ല കോഡ്സൊക്കെ നോക്കിയാൽ നമുക്ക് പിൻട്രസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടൊന്ന് ഇതുപോലെ എഴുതിയെടുത്താലോ? അങ്ങനെ നമ്മൾ മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പാക്കറ്റിലായിട്ട് സെറ്റാക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം കൊള്ളാം അല്ലേ? ഇനി കുറച്ച് വാഷി ടൈപ്സ് ആയാലോ? നമ്മൾ പേപ്പർ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ചെരിച്ചുള്ള കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇനി സെക്കൻഡ് ഇതുപോലെ നമ്മൾ സെറ്റാക്കിയ സ്റ്റാമ്പ്സ് ഒന്ന് പാർഷ്യലി കളറിൽ ഡിപ്പ് ചെയ്യുക, ഒന്ന് അധികം ഫില്ലാവാത്ത രീതിയിൽ മുഴുവനായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് പാറ്റേണും നമ്മൾ സിമ്പിളായിട്ട് സെറ്റാക്കി എടുത്തു. നെക്സ്റ്റ് നോക്കിയാലോ? ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് 4 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് വിട്ട് കുറച്ച് മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. 2 ഗ്യാപ്പുള്ള പോർഷൻസിലും ഇതുപോലെ കുറച്ച് ഡോട്ട്സ് അവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആയാൽ നെക്സ്റ്റ് വാഷി ടൈപ്പും സെറ്റായി കിട്ടി. അടുത്തതിലേക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോർമൽ സിഗ്സാഗ്, അതൊരു 3 ലൈൻസ് ആയിട്ട് പേപ്പറിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആയാലോ? സിമ്പിളായിട്ടുള്ള നെക്സ്റ്റ് വാഷി ടൈപ്പും സെറ്റായി കിട്ടി. ഇതുപോലെ നമ്മൾ 4 സെറ്റാക്കി എടുത്തു.
അപ്പോൾ തോന്നി ഒന്നും കൂടെ ചെയ്താലോ എന്ന്. അത് നമ്മുടെ റൈറ്റിംഗ്സ് തന്നെ ആവാം. നമ്മൾ ആദ്യം ഒരു ബ്രൗൺ കൊണ്ട് ലൈറ്റ് എഴുതി കൊടുത്തു. നെക്സ്റ്റ് പെൻ യൂസ് ചെയ്ത് ബ്ലാക്ക് പെൻ യൂസ് ചെയ്തൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഷി ടൈപ്സ് എല്ലാം ഇതുപോലെ ഒന്ന് കീപ്പ് ചെയ്യാം. 2 ഫിംഗർ റൂൾ യൂസ് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്കൊരു സൈസ് കറക്റ്റ് കിട്ടും. ഇനി എൻ്റെ പോർഷനിൽ നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വാഷി ടൈപ്സ് കീപ്പ് ചെയ്യാനുള്ള സിമ്പിളായില്ലേ? ഇത് വേറെ സംഭവമൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ബ്രൗണിലും ചെയ്തെടുത്താലോ? നമ്മൾ വൈറ്റിൽ ഓൾറെഡി ചെയ്തില്ലേ. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഗ്രിഡ് ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗ്രിഡ് ലൈൻസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡിയായി. നെക്സ്റ്റ് നമുക്ക് കുറച്ച് നമ്മളുടെ റൈറ്റിങ്സ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 3 ലൈനായിട്ട് പേപ്പർ ഫില്ലാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് റൈറ്റിങ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ സിമ്പിളാണെങ്കിലും നമ്മൾ ജേണലൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ പീസിനെ തന്നെ ആൾ നല്ല ഭംഗിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്തൊരു മനസ്സിലാവും. ഈ തേർഡായിട്ട് നമ്മൾ ഇതുപോലെ വൈറ്റിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഇതിലേക്ക് ബ്രൗൺ ലൈൻസ് ഒന്ന് ചെരിച്ച് സെറ്റാക്കി കൊടുക്കുക. ഇനി ഫോർത്ത് ഇതുപോലെ സിമ്പിൾ ബ്ലാക്ക് ലൈൻ മാർക്ക്. അങ്ങനെ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് റോൾ ചെയ്ത് ബോക്സിൽ കീപ്പ് ചെയ്യാം. അതാകുമ്പോൾ യൂസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമല്ലേ. അപ്പോൾ എങ്ങനെ ഇതുപോലെ ഒരു ബോക്സിൽ നമുക്കെല്ലാം സെറ്റായി കൊടുത്താലോ? ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായി. ഇനി കുറച്ച് ലെറ്റർ സ്റ്റാമ്പ്സ് ആയാലോ? അതും വളരെ ഈസിയാണെന്നേ. നമുക്ക് ഇതുപോലെ കുറച്ച് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ടോപ്പിൽ കളർ ഡിപ്പ് ചെയ്യുക, ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ സർക്കിൾസ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതും സെറ്റായി കിട്ടി. ഇനി അതിനുള്ളിൽ കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ? സ്റ്റാമ്പ്സ് ആകുമ്പോൾ കുറച്ച് പാർഷ്യൽ ഗ്രേഡ് വരുന്ന രീതിയിൽ കുറച്ച് കളേഴ്സ് വേണ്ടേ? ഇതുപോലെ നമ്മൾ സ്റ്റാമ്പ്സിൽ യൂസ് ചെയ്തിട്ട് കളർ ഡിപ്പ് ചെയ്യുക, ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഒരു സൈസ് കറക്റ്റ് കിട്ടരുത്. അങ്ങനെ പലതും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അതെല്ലാം മൊത്തത്തിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുത്താലോ? അങ്ങനെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് റൈറ്റിങ്സ് വേണ്ടേ? സ്റ്റാമ്പ്സ് ആയാൽ കുറച്ച് നമ്പേഴ്സും റൈറ്റിങ്സും എല്ലാം ഫില്ല് ചെയ്താലല്ലേ ആളങ്ങോട്ട് സെറ്റ് ആവുള്ളൂ. അതിനുവേണ്ടി നമ്മളിതുപോലെ എയർ മെയിൽ മെസ്സേജസ് അങ്ങനെ കുറച്ച് സംതിങ് ഫില്ലിങ്സ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്പേഴ്സും ഡേറ്റ്സും സംതിങ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊന്ന് ഇതുപോലെ മൊത്തത്തിലൊന്ന് പല ടൈപ്പ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള സ്റ്റാമ്പ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാമ്പ്സിൻ്റെ ഷേപ്പിൽ സർക്കിളിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്താൽ ആളും അങ്ങോട്ട് സെറ്റായി. ഇനി ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ഗ്രിഡ് ലൈൻസ് ആവാം. അപ്പോൾ എങ്ങനെ A4 ഷീറ്റ് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്കൊരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. ഇനി ബ്രൗൺ കളർ യൂസ് ചെയ്ത് ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്കൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇത് ഓൾറെഡി സ്പീഡ് കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ തന്നെ സ്പീഡായതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് തെന്നിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കാം. ഗ്രിഡ് ലൈൻസ് അല്ലേ. അങ്ങനെ അതും റെഡിയായി. സെക്കൻഡ് നമുക്കിതുപോലെ ഒരു ബ്രൗൺ പേപ്പറിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കുറച്ച് ലൈൻസ്, കുറച്ച് വലിയ ഗ്യാപ്പുള്ള ലൈൻസ് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ടൊന്ന് വരച്ചെടുക്കാം. തേർഡ് കുറച്ച് ഡിഫറെൻ്റായി ചെയ്താലോ? നമ്മളിതുപോലെ കൈ വെച്ചൊന്ന് പേപ്പർ കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ബ്രൗൺ പേപ്പറിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ചുറ്റും നമുക്കൊന്ന് ബ്രൗൺ കളർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിന് പകരം നമുക്ക് ബേൺ ചെയ്ത പേപ്പർ സ്റ്റിക്ക് ചെയ്താലും മതിയാവും കേട്ടോ. നമ്മൾ അത്രക്കൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിൽ കുഞ്ഞു കുഞ്ഞു ലൈൻസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെറിയ ഗ്രിഡ് ലൈൻസ് ആകുമ്പോൾ വേറെ ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ഗ്രിഡ് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇത് സംഭവം ഭയങ്കര സാറ്റിസ്ഫൈങ് ആണല്ലേ ഗ്രിഡ് ലൈൻസ് വരക്കുന്നത്. സംഭവം സിമ്പിളാണെങ്കിലും റിസൾട്ട് വരുമ്പോൾ ആൾ ഗുഡാണല്ലേ. അങ്ങനെ നമുക്കതൊന്നും സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ തേർഡിലായിട്ടുള്ള ഗ്രിഡ് പേപ്പർ റെഡിയാക്കി എടുത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് കളർ കൂട്ടാൻ വേണ്ടി സൈഡ്സിൽ ഒന്നും കൂടെ ബ്രൗൺ കളർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫോർത്തായിട്ട് നമുക്ക് നേരെ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ബ്ലാക്കിന് പകരം ബ്രൗൺ ഗ്രിഡ് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ സെറ്റായാൽ നമ്മളുടെ ഫോർത്ത് ഗ്രിഡ് പേപ്പറും സെറ്റായി കിട്ടി. നമുക്കെല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ? നമ്മൾ ചെയ്ത ഓരോ പാറ്റേണും ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ എല്ലാ ഗ്രിഡ് പേപ്പേഴ്സും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എൻവലപ്പ് സെറ്റാക്കി എടുക്കാം. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ സെറ്റാക്കാൻ. ഇത് സംഭവം കാണാനൊരു സിമ്പിളാണെങ്കിലും ചെയ്തെടുക്കാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയാലോ? ഇതുപോലൊരു സ്ക്വയർ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 കോർണേഴ്സും ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിലെ പോർഷൻ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അങ്ങനെ ആ പോർഷൻ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതൊന്ന് സിമ്പിളായി കഴിഞ്ഞാൽ അതും സെറ്റായി. ഇനി ഇങ്ങനെ ആ ടോപ്പത്തെ പോർഷനും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമുക്കൊരു കുട്ടി പിക്ചർ വരച്ചു കൊടുത്താലോ? ഇതുപോലെ ഒരു ലീഫ് ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് ഏതെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ നമ്മൾ ഒരു കുഞ്ഞ് പിക്ചർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് പ്ലാന്റിൻ്റെ പിക്ചർ അത് വരച്ചു കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട ലെറ്ററുള്ളിൽ ഇൻസേർട്ട് ചെയ്യുക, ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ പോർഷനിൽ നമ്മൾ നേരത്തെ സെറ്റാക്കിയ സ്റ്റാമ്പ്സ് ഇല്ലേ അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ ആളൊന്ന് മഞ്ചാവും. ഇത് ഓൾറെഡി ഭംഗിയുണ്ട് കാണാൻ. ഒന്നും കൂടെ മഞ്ചു വരുത്താൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു ത്രെഡ് പീസ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ സിമ്പിളായിട്ടുള്ള എൻവലപ്പ് ഇവിടെ റെഡി ആയില്ലേ. തൊട്ടും മതിയാവുമ്പോൾ നമ്മൾ ബാക്ക് പോർഷനിലും കൂടെ ഒരു കുഞ്ഞ് പിക്ചർ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് ആയാലോ. നമ്മൾ നോർമൽ പെൻ യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. കോഫി മഗ്, അതുപോലെ ബുക്ക്, എൻവലപ്പ്, പിന്നെ കുറച്ച് പ്ലാന്റ്സും. അങ്ങനെ നമുക്ക് മൊത്തത്തിലൊന്ന് സിമ്പിളായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് നമ്മൾ നോർമൽ വരക്കുന്നത് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി എങ്ങനെ അതെല്ലാം ഒന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ പ്ലാന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വരക്കാൻ എല്ലാം ഭയങ്കര ഈസി അല്ലേ. നല്ല പിൻട്രസ്റ്റ് നോക്കിയാൽ നല്ല സിമ്പിളായിട്ട് പിക്ചേഴ്സ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കോപ്പി മെത്തേഡ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി കുറച്ച് കോഫി ലിക്വിഡിൽ ഡിപ്പ് ചെയ്യുക. ബഡ്സോ ബ്രഷോ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ പേപ്പർ കണ്ട് ഞെട്ടണ്ട കേട്ടോ, കാരണം അത് സോക്ക് ആയതുകൊണ്ടാണ്. അത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ആൾ സെറ്റാണ്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് കളർ ഡിപ്പ് ചെയ്തെടുക്കുക, ഡ്രൈ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ. അപ്പോൾ അതും സെറ്റായി കിട്ടിയില്ലേ. നെക്സ്റ്റ് ലേബിൾ സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടി ബ്ലാക്ക് ലൈൻസ് ഇതുപോലെ ഒന്ന് സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ഓവൽ അങ്ങനെ കുറച്ച് ഷേപ്സ് നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇന്നർ പോർഷനിൽ ബ്രൗൺ കളർ കൊണ്ട് അതേ സെയിമിൽ തന്നെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ മെയിൻ ഇതിൽ ഭംഗി നൽകുന്ന നമ്മുടെ സെൻറ്ററിൽ കൊടുക്കുന്ന ലൈൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് പെന്നുകൊണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. സിമ്പിൾ തിന്നായിട്ടുള്ള ലൈൻസ് വന്നാൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ ഷേപ്സും ഇതുപോലെ ഒന്ന് പെട്ടെന്ന് വരച്ചെടുക്കാം. ഇതേ സിമ്പിളായിട്ടുള്ള ലേബിൾസ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാം. ഓരോന്നും അതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വൈറ്റ് പോർഷൻ ഒന്ന് വിട്ടിട്ട് നമുക്ക് മുഴുവനായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ സിമ്പിളായിട്ടുള്ള ലേബിൾസ് ഇവിടെ റെഡി ആയില്ലേ. നമുക്കിതെല്ലാം ഒന്ന് പാക്കറ്റിലായിട്ട് സൂക്ഷിക്കാം. അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും ജേർണൽ ചെയ്യുന്ന ടൈമിൽ വളരെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് വെച്ച് മിറർ ഫ്രെയിം സെറ്റാക്കിയാലോ. ഇത് ചെയ്യാനും വളരെ എളുപ്പമാണ്, എന്നാൽ റിസൾട്ട് അടിപൊളിയാണിത് കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര സ്ലോ മോഷനിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ടർ പോർഷനും ഇന്നർ പോർഷനും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കാണാൻ ഭയങ്കര സംഭവമാണ്. സെറ്റാക്കി വരുമ്പോൾ ആൾ വേറൊരു ലെവലാണ് കേട്ടോ. ഇതൊക്കെ ജേർണലിൽ സെറ്റാക്കി വരുമ്പോൾ ആൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ പേപ്പറിൽ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കയ്യിൽ വെച്ചാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ജേർണൽ ചെയ്ത് വരുമ്പോൾ ആൾ സിമ്പിളാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മിറേഴ്സും നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതും സെറ്റല്ലേ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് റീൽ റെഡിയാക്കി എടുക്കാം. ഈ ഫിലിം റീൽസ് നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതുപോലെ നമ്മളൊരു സ്കെയിലിൻ്റെ മെഷർമെൻറ്റിൽ കുറച്ച് ലൈൻസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ റിസൾട്ടും നേരത്തെ പറഞ്ഞതുപോലെ അടിപൊളിയാണ്. ഇതിനെ ചെയ്തതിൽ എനിക്കെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ സംഭവമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ബാക്കി വിട്ട് എല്ലാ പോർഷനിലും ഇതുപോലെ ബ്ലാക്ക് കളർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിതുപോലെ ഒന്നും കൂടെ ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇതുപോലെ ഒന്ന് റെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 എണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ഇതുപോലെ നമ്മളൊന്ന് കത്രി യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനും ഇതുപോലെ ഒരു കുറഞ്ഞ വൈറ്റ് പോർഷൻ ഒന്ന് വിട്ടിട്ട് കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ 2 എണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ സിമ്പിളാണെങ്കിലും ജേർണൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഭംഗിയാണ് ജേർണലൊക്കെ ചെയ്ത് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഫിലിം റീലും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നത്തെയും പോലെ ലൈക്കും സപ്പോർട്ടും മറക്കണ്ട. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് നമ്മൾ ചെയ്ത എല്ലാ ഐറ്റംസും. അപ്പോൾ ഇങ്ങനെ ഇനിയും ഇതുപോലെ വീഡിയോ നമുക്കിത് കാണാം. അതുവരേക്കും ബൈ.